നമ്മൾ ചെറുതിലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൽമ എന്ന് പറഞ്ഞാല് നല്ല നല്ല ഇൽമ നമുക്ക് കിട്ടുന്നുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ കഴിവുകളും റസൂലിനെ കുറിച്ചും ദൈവം എങ്ങനെയാണ് ഉള്ളത്, ദൈവത്തിന്റെ ജീവനും കാഴ്ചയും കേൾവിയും ഇതെല്ലാം എങ്ങനെയാണ് അറിയേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് എങ്ങനെയാ അറിയേണ്ടത്, അള്ളാഹുവിനെ എങ്ങനെയാ ആരാധിക്കേണ്ടത്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാ. ആ ഒരു രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ചാനൽ വഴി കാലിക്കറ്റ് ഭാവി അറിയാനുള്ള അവസരം കിട്ടുന്നത്. ആ ഒരു അറിവ് കേട്ടതിന് ശേഷം നമ്മളിൽ എന്തോ ഒരു കുറവുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കുറവ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. ഇപ്പൊ വന്നത് ഇവിടെ വന്നേരം അത് നമുക്ക് മനസ്സിലായി. ആ കുറവ് പൂർത്തിയാക്കി വെക്കേണ്ടത് കുറവുണ്ട് എന്തായിരുന്നു മനസ്സിലായി. കണ്ടോ ആ കുറവ് കണ്ട് നമ്മളെ കാര്യങ്ങൾക്ക് പൂർണ്ണത കിട്ടി. അതാണ് ഇച്ഛമസ്താൻ കണ്ടവനെ കണ്ടുപിടി കാട്ടിത്തരും കലിമ എന്ന് പറഞ്ഞത്. ഇച്ഛമസ്താന്റെ നാട്ടിലാണ് നിങ്ങൾ ജീവിച്ചത്. ജീവിതത്തിൽ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഉസ്താദ് വന്നതിന് പറഞ്ഞ് വൈകുന്നേരം ഉസ്താദിനെ കാണാൻ പറ്റും. 20 വർഷം. അന്ന് ഞാൻ ആ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, എനിക്ക് എല്ലാ അള്ളാഹുവിന്റെ ദിക്കറിലായി ജീവിക്കണം, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിക്കണം. കല്യാണം കഴിച്ചിട്ട് ഏകദേശം 20 വർഷം അടുപ്പിച്ചു. നിങ്ങള് ആ സമയത്താ പോയത്, കല്യാണം കഴിച്ച സമയത്ത്. അന്നേരം ചങ്ങായി എന്നോട് പറഞ്ഞത്, ഞാൻ അന്നേരം നല്ലോണം കഴിക്കുന്ന കുടിക്കും, നല്ലോണം അടിക്കുന്ന ഒരു കുറവില്ല. അത് ഡെയിലി കല്ല് വെച്ച് കഴിഞ്ഞാല് പോയി ഓരോന്ന് വീശിട്ട് വീട്ടിലേക്ക് പോകും. ആ സമയത്ത് ചോദിക്കുന്നത് വലിയ ഉസ്താദിനോട്. ഉസ്താദ് എന്നോട് പറഞ്ഞാല് അത് ഭൂമിയിലായിരിക്കും പറ്റൂല, അത് അങ്ങനെ ദൈവത്തിന്റെ പിന്നെ ദിക്കറിലും ഓർമ്മയിലായിട്ട് മുഴുവൻ സമയം നിൽക്കാൻ പറ്റത്തില്ല. അത് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അത് ഒഴിവായി. പിന്നെയും വർഷങ്ങൾ അങ്ങ് നീണ്ടു പോയതിനു ശേഷം മറ്റേ നിർത്തിയോ? ഇല്ല, മറ്റേത് നിർത്തിയിട്ടില്ല. പിന്നെ ഒരു ദിവസം അടിച്ച് ഫിറ്റായിട്ട് ഒരു ഖബറിസ്ഥാനില് മക്ബറയിൽ പോയിട്ട് ആദ്യം തന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞു. കേറിയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു. ഉപ്പ ഞാൻ കുടിച്ചിട്ടാ വന്നത്. എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നന്നാകാൻ ആഗ്രഹമുണ്ട്. ഉപ്പാവ ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പോയി തിരിച്ചു പോയി. അന്ന് രാത്രി നമ്മളെ ജീവിതത്തിന്റെ നല്ല സമയം തുടങ്ങുന്നത് അന്ന് രാത്രി 1:30 മണിക്ക് ഇവര് നമ്മുടെ അടുത്ത് വന്ന് ദുആ ചെയ്ത് തരികയാണ്. പൂർണ്ണ രൂപത്തോടെ, സ്വപ്നത്തിലല്ല, പൂർണ്ണ രൂപത്തോടെ കാണത്തക്ക. അവിടെ നിങ്ങോട്ട് മദ്യം കഴിക്കലില്ല, പൂർണ്ണമായിട്ടൊന്നും. അവിടെ നിങ്ങോട്ട് ഖബറിസ്ഥാനായിട്ടും മക്ബറയായിട്ടും ഉള്ള ബന്ധം മാത്രം. കണ്ണൂര് മുഹമ്മദ് മൗലാന്റെ അടുത്ത് 400 ചില്ലറ ദിവസം പോയി ഡെയിലി. അവിടെ ആകുന്നതിന്റെ മുമ്പില് കണ്ണാടിപ്പറമ്പിലൊരു ഖബറിസ്ഥാൻ, അവിടെ ആദ്യം പോയത്. അവിടെ പോയ അന്ന് രാത്രി തന്നെയാണ് ഓരടുത്തേക്ക് വരുന്നത്, ദുആ ചെയ്തിരുന്നു. അതിനുശേഷമാണ് മുഹമ്മദ് മൗലാന്റെ അടുത്തേക്ക് 400 ഒരു കൊല്ലത്തിന് മേലെ അവിടെ തന്നെ പോയിരിക്കും. എന്നാൽ ഇവിടെ വേറെ ഉപദേശിച്ചു തരാനോ വിളിക്കാനോ ആരുമില്ല, ഒരാളുമില്ല. നമുക്ക് ആഗ്രഹം നമ്മള് പിന്നെ ഇത്
കണ്ടാനൊരു മുസ്ലിം അല്ലേ, കണ്ടാൽ മുസ്ലിമായിട്ട് തോന്നണ വിചാരിച്ചിട്ട് മൊട്ട അടിച്ച് നടന്ന് മുട്ട മറക്കാനിട്ട് തുപ്പിയ എല്ലാം തലയിൽ കഴിക്കാണ്ട് കണ്ടാലൊരു മുസ്ലിമായിട്ട് ഞാനൊരു മുസ്ലിമാന്ന് പറയാ അഹങ്കാരം കാണിച്ച മുസ്ലിമാന്ന് അറിയുമ്പോ ചിലർക്കൊരു മടിയായിരിക്കും തൊപ്പിയിടാൻ വേണ്ടി പകുന്ന് മാറ്റാൻ വേണ്ടി മുട്ടയടിച്ച് നടന്നിട്ട് വെച്ചത്. അങ്ങനെ ആ ഒരു പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 2020 നമുക്ക് അബൂബക്കർ ഇവിടെ അബൂബക്കർ പഴയവർ മരിച്ചു. ഓരാണ് ഇവിടുത്തെ കാര്യം പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ബാബാന്റെ ചാനൽ കണ്ടേ അന്ന് നമ്മൾ മനസ്സിൽ വെച്ച കാര്യങ്ങളാണ് ഇവിടുന്ന് പറയുന്നത്. എന്നാലാണ് നമുക്ക് ഇവിടെ വെച്ചുള്ള നമ്മുടെ മനസ്സിന്റെ ബന്ധം മനസ്സിലാകുന്നത്, അങ്ങനെ ഇവിടെ എത്തുന്നത്. പിന്നെ ആ സ്വപ്നം എന്താന്ന് ഇവര് പറയാൻ പറ്റും? പറയണ്ട, ഇതുവരെ ആരോടും പറഞ്ഞു സ്വകാര്യമായിട്ട് പറയാം. അതുകൊണ്ട് മിഞ്ഞാന്നൊരു സ്വപ്നം കണ്ടു. ഇവിടെ വരുന്നതിന്റെ ഒരു ദിവസം മുമ്പില് അതും കുറച്ച് കടുപ്പൂട്ടാം സഹിക്കാൻ കഴിയില്ല. എന്താന്ന് ഇപ്പൊ തന്നെ ഓർക്കാൻ കഴിയില്ല. അത് പറഞ്ഞിരുന്നത് രാവിലെ എഴുന്നേറ്റാല് 24 മണിക്കൂർ ദൈവം ആൾക്ക് അതില് ജീവിക്കണം. എങ്ങനെ നടക്കുമ്പോ ഇരിക്കുമ്പോ ഇപ്പൊ അതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അടുക്ക് വെച്ചിട്ട് എന്താകുന്നുണ്ട് മാറിപ്പോകുന്നു. മാറ്റം എന്താവണം, മാറാതെ ഇതിൽ തന്നെ നിക്കണം. ബാബാന്റെ ഇൽമ കേട്ടതിന് ശേഷം 2 പ്രാവശ്യം ആനന്ദം അനുഭവിച്ചിട്ടുള്ളൂ. 2 പ്രാവശ്യം ചാനൽ കേട്ടതിന് ശേഷം ഒരു ദിവസം ഒരു ഓട്ടം മിഞ്ഞാന്ന് പണിയെടുക്കും. ഇന്നലെ 2 പ്രാവശ്യം ആനന്ദം ചെറിയ സമയം. അത് ബാബു ഇവിടുന്ന് പറയലില്ല, ചാനലിൽ പറയലില്ല. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താന്നറിയില്ല, ഒരു സുഖം, ചെറിയൊരു സമയം. പക്ഷെ പോയി മുന്നേ കളിക്കും. ഇപ്പൊ 3-4 ദിവസമായിട്ട് ഷർട്ടെല്ലാം അയച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ്. വെയില് വരുമ്പോ എന്താക്കും, ഷർട്ട് അയക്കും. വെയില് വരുമ്പോ ഷർട്ട് അയച്ച് പുറത്ത് വെക്കും. അപ്പൊ നമുക്ക് പ്രകാശം കാണിച്ചു തന്നില്ല. ആ പ്രകാശം നമ്മളെ ദേഹത്ത് തട്ടാൻ പറ്റും. ബാബു ഒരുപാട് കഷ്ടപ്പെട്ടത്. അത് ഫുള്ളായിട്ട് ഇതിൽ പ്രവേശിച്ച് ഇതിനെ പ്രകാശിപ്പിക്കാൻ. അതുകൊണ്ട് ഷർട്ട് അയച്ചിട്ടിട്ടാണ് വെയിലത്ത് കല്ല് വെക്കും. ഓരോ കല്ല് വെക്കുന്നത്. നിങ്ങൾ എന്താ വർക്ക്? കൽപ്പണി. വീടിന്റെ സിമെന്റ് ഇട്ടിട്ട് കല്ലെടുത്ത് നോക്കിയത്. അത് ഷർട്ടെല്ലാം അയച്ചിട്ടിട്ട് ബാബ ഒരുപാട് കഥ പറഞ്ഞല്ലോ നമുക്ക്. ബാബ വെയിലത്തിരിക്കലാണ്. ആ പ്രകാശം കേട്ടില്ല, അത് കേട്ട് പ്രകാശം ഇങ്ങനെ കേട്ട് ആ പ്രകാശത്തിലൂടെയും മഴയിലൂടെയും നമ്മള് ചൂടാക്കി ലയിച്ച് വന്നതാണ്. അത് കേട്ടതിന് ശേഷം നമുക്ക് പിന്നെ ഓരോ മനുഷ്യനും ഓരോരാളെ ഇഷ്ടമുണ്ടാവും. നമ്മള് തലയിക്കെട്ടിട്ട് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇവിടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൂടുതൽ എന്താ പോകുന്നുണ്ട്, എപ്പം പോകുന്നുണ്ട്, വർത്തമാനം പറഞ്ഞില്ല. പക്ഷെ നമുക്ക് നമ്മളെ ഹൃദയം ലയിക്കുന്ന താരട്ടാന്ന് പറയാം. അല്ല, പൂർണ്ണത കിട്ടുമ്പോ ആവും. ഇപ്പൊ തീ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, തീരെ പറ്റിയിട്ട് പറഞ്ഞ 100, 4 എന്നൊക്കെ പറയുന്നത്. തീയിൽ ചെന്ന് നമ്മൾ വീണാൽ പിന്നെ അവിടെ കത്തി ജ്വലിക്കല്ലാതെ പിന്നെ വേറെ വ്യത്യാസമില്ല. എന്നാലും ഇവിടെ ആ 100 പ്രകാശമാണ്. കണ്ടില്ല, അതാണ് ആ മേശയിലുള്ളത്. ആ 100 പ്രകാശം ഇവിടെ വന്നതിന്റെ ചെറിയൊരു കാര്യം ആ ഒരു മനസ്സ് പ്രകാശിക്കാൻ. ഇതാണ് നിങ്ങളാണ് ആ 100 ഇറങ്ങിയ ബീച്ചമ്പായി ഇറങ്ങിയ സുഹൃത്ത് നെജിമില്. നെജിമെന്ന് പറഞ്ഞാൽ നക്ഷത്രം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു വിചാരിക്കും രാത്രിയിലത്തെ നക്ഷത്രം അല്ല, പകല് നക്ഷത്രമാണ്, സൂര്യനാണ്. വൻ നെജിമ് ഇദാ ഹവാ സഹീബുക്കും. ആ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നതാ നിങ്ങളാണ്. അദ്ദേഹം വഴി പിഴിച്ചതോ അബദ്ധം പിടിഞ്ഞതോ അല്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഇവര് കണ്ടാവും ഈ പണ്ഡിതന്മാർ ഷേഖന്മാര് തീരല്ല.
അവരടുത്ത് പോയിട്ട് അവരോട് ഒരു ചെറിയ കാര്യം ചോദിക്കാൻ വരെ നമുക്ക് കഴിയില്ല. ചോദിക്കാൻ ഒരു അവസരം, ഒരു സംശയം ചോദിക്കാൻ ഒന്നും കഴിയില്ല. ഭാവന്റെ അടുത്ത് വന്ന ഭാവന എല്ലാവരും ചാനലിൽ ഭാവമായിട്ട് അത്ര ഇതിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ എന്ത് ചോദിക്കപ്പെടും, കാരണം ഞാനില്ലല്ലോ, നിങ്ങളെ ഉള്ളൂ. ഒന്നിനാന്നല്ല കാണിച്ചത്. ഭാവ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരുപാട് മെഴുത്തിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പ്രകാശത്തിന് കംപ്ലീറ്റ് പറയുന്ന ഒരു പേരേ ഉള്ളൂ. എല്ലാത്തിലും കത്തിച്ചെടുക്കുന്ന ഒന്നാണ്. അതാണ് അമ്പലത്തിലെല്ലാം പോയാൽ വിളക്കുകൾ കത്തിക്കട്ടെ. അത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാല് ലോകത്തുള്ള എല്ലാരിലും ആ ഒരു തീ തന്നെയാണ്. എന്നാൽ അതിന്റെ ആത്മാവിന്റെ പേര് ആത്മാവ്. ഒന്ന് അതിന്റെ ജ്വാല ആത്മാവാണല്ലോ ഈ പ്രകാശിക്കുന്നത്. എന്നാൽ ആ ഒരു ചെറിയ സമയത്തെ ചാനലില് കേൾക്കലാണെങ്കിലും അത് ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. അതെ, അതിങ്ങനെ വികസിക്കുകയാണ്. ചിന്തിച്ച് അവിടെ പിന്നെ വേഗം നമ്പർ എടുത്ത് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പെട്ടെന്ന് വന്നു. നിന്നെ വിളിച്ചില്ല, ഓനതാ കരിഞ്ഞു പോയി, സങ്കടപ്പെട്ട് കിടക്കേട്ട്. അപ്പൊ മോനെ, ഇതാണ് സംഭവം. കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല ഇവിടെ, കാരണം അവർക്ക് ഇതല്ല വേണ്ടത്. നിങ്ങൾക്ക് അതാണ് വേണ്ടത്. അവർക്ക് ബാഹ്യമായ കാര്യങ്ങളാണ്. പണം ഉണ്ടാവണം, പറ്റാവണം, പിന്നെ ശേഖരമാരണം പറ്റും. ഈ ആത്മാവല്ലേ നമ്മളിലെല്ലാം, പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ഈ ഏകാത്മാവാണ് മോനെ. പിന്നെ ഇവിടെ ജിന്ന്, ഇൻസ്, മലക്ക്. ആത്മാവില്ലെങ്കിൽ ഏതിനും പ്രവർത്തിക്കാൻ പറ്റുമോ? ആത്മാവില്ലെങ്കിൽ എന്തിനും പ്രവർത്തിക്കാൻ പറ്റുമോ? പിന്നെ മലക്കുണ്ടോ? ജിന്നുണ്ടോ? അല്ലാഹു ഇല്ലല്ലോ. ഓക്കെ, അതൊക്കെ യൂതന്മാരുടെ വിശ്വാസങ്ങളായിരുന്നു. റസൂൽ പറഞ്ഞ എല്ലാ നഫ്സിനെയും ഞാൻ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇസ്ലാം. പിന്നെ മന്ത്രിച്ചൂതലോ മറ്റൊരോ മറിച്ചോന്നില്ല, നിങ്ങളിൽ തന്നെയാണ് അവൻ. പിന്നെ നിങ്ങൾക്ക് അള്ളാഹു ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ മന്ത്രിച്ചു പോകണം? പിന്നെ എന്തിനാ ഉറക്കട്ടണം? അള്ളാഹ്ക്ക് ഉറക്കട്ടം നടക്കുക. അള്ളാഹ്ക്ക് ഉറക്കട്ടം നടക്കുക. ആ പലവരും അതൊക്കെ ഇന്ന ഒറ്റ കയറ്റിലും മുറുക്കി കെട്ടിക്കുന്നു. അയക്കല് 100 വലിയ കെട്ടിക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണല്ലോ ഇട്ടൊടുത്ത മതി, വലിയ കട്ടിയുള്ളത്. കണ്ടിട്ട് തന്നെ ആര് കണ്ടാലും ഇവനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തോ ഭ്രാന്തോ എന്തോ ഉണ്ടാവും, അതുകൊണ്ടിട്ട് കയറാന്ന് വിചാരിക്കും അല്ലേ. ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ ഈ കയറ്? ഞാൻ ഒരു അയക്കിന്ന് പറഞ്ഞു. നായിനെ കിട്ടിയ പോലെ ആളുകളെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അയച്ച് വിളിച്ചെറിയെന്ന് പറഞ്ഞു. അപ്പോൾ അയച്ച് വിളിച്ചെറിഞ്ഞ് ഞാൻ പിന്നെ എനിക്കെന്തിനാ ഉറക്ക് അതാക്ക്. ഇത് കേട്ട് പൊട്ടന്മാരുടെ അടുത്ത് പോയിട്ട് വലിയ ഷേക്കും വലിയ ആളുമായിട്ട് പോയി നടന്നിട്ട് ഓലി കെട്ടിക്കൊടുക്കുന്ന വിസക്കട. അള്ളാഹിനെ കാണണ്ടേ? ഓലിക്ക് ഇല്ല. അള്ളാഹു അല്ലാത്ത അവരെടുത്ത് ചെന്നിട്ട് നിങ്ങൾ കോലക്കേടാവുന്നു. ഈ മനുഷ്യരെ മുഴുവനും അള്ളാഹിനെ കണ്ടാലല്ലേ അള്ളാഹുവിനെ പറ്റും. അല്ല ഇച്ചമസ്ത കണ്ടവനെ കണ്ടുപിടി. ഇച്ചമസ്ത പോയിട്ട് വാക്ക് പറഞ്ഞാൽ അത് മാത്രം മതി. മോനെ, നിങ്ങൾ മിഥുൻ ഒരു വ്യത്യാസമില്ല, ഒരേ ആത്മാവ് രണ്ടാളും. അത് പോയ രണ്ടാളും മരിച്ചു. ഇവനെ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നതെന്ന് പറയും, നിങ്ങൾ മുസ്ലിം സംസ്കാരത്തിൽ ജീവിക്കുന്നത് പറയും. എല്ലാം ധാരണകളാണ്. ദൈവമാണ്, ഈശ്വരനാണ്, അല്ലാഹുവാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം എല്ലാവരും അറിയാത്ത വേഷം. ഇപ്പൊ നമ്മൾക്ക് എന്ത് വേഷമുണ്ടോ? ഇല്ല. മുടി അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യും, പിന്നെയും വളർന്നു വരും. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് താടിയോ മുടിയോ അല്ല കുറെ മൂതലോ കുറെ മാലകളോ ഒരാളുകൾക്ക് ഞാൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല ആവശ്യമുള്ളൂ. ഒരു പച്ചകെട്ട് അല്ലെങ്കിൽ വേറെ ചുവപ്പോ കാവ്യ ഇതാക്കുന്നൊക്കെ ആളുകൾക്ക് ധരിക്കാൻ വേണ്ടിയാണ്. ധാരണ എന്താന്ന് അല്ലേ? അള്ളാഹ്ക്ക് എന്തിനാണ് ഇതൊക്കെ? ഒറിജിനാലിറ്റിക്ക് ഇത് വേണോ?
ഒറിജിനാലിറ്റിക്കൊന്നും വേണ്ട. ചുള്ളിൽ കുറേ മൂതലിടും. നമ്മളെ ഇവിടുന്ന് മമ്പർത്തുനിന്നല്ലേ ആശിം ഒരാൾ വന്ന് കോട്ടും ഒക്കെ ഇട്ടിട്ട് താടിയും മുട്ടിയും കോട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം ജീവിതം മുഴുവൻ അവിടെ ഇവിടെ മക്കാമക്കാരങ്ങളാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് അവിടെ വന്നിരുന്നു. പിന്നെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറയാൻ തുടങ്ങി, ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നു. അങ്ങനെ മൂപ്പര് സംസാരിക്കാൻ തുടങ്ങി അറിവ്. ഇപ്പൊ പിന്നെ പറഞ്ഞ് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, നിങ്ങൾ പറഞ്ഞല്ല എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ആശിമിനെ പറഞ്ഞ് ഒരു 50 കൊണ്ട് പാവം, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ആരെന്ത് കൊടുത്തിട്ട് മോൻ 50 കൊണ്ട് കൊടുത്തപ്പോൾ ഒരു 3.5 കല്ല് കൊടുത്തു. ആർക്ക്? ഇത് വല്യാനൊക്കെ അവിടെ വെച്ചോണ്ടോ ആശിമിന്. ആശിമി പറഞ്ഞ പോലെ 3.5 കല്ല്. ഞാൻ പറഞ്ഞ് വലിച്ചിടാം. ഈ അള്ളാഹു ആ 100 ഉണ്ടാവുമ്പോ നമ്മളുടെ ആ 100 ഇവർക്ക് നമുക്ക് എന്തിനാ ഒരു കല്ല് ആണോ? നമ്മൾ ആ പ്രകാശം ജ്യോതിയായി ഇവിടെ പ്രകാശിച്ച് ഇതെല്ലാം സൃഷ്ടിച്ച് നമ്മളാ. പിന്നെ ഒരു കല്ല് വഹിച്ചു വന്നിക്കണം വലിച്ചിടാന്ന്. ഇത് ഈ കല്ല് വഹിച്ച് കിടക്കുന്ന പലവരും കുറെ കല്ലിട്ടിട്ട് കുറെ മൂന്നിട്ടിട്ട് കുറെ ഇട്ടിട്ട് മാലിട്ട് ആരാണ് നമ്മൾ? എന്നിട്ട് പിന്നെ അതിന് വെച്ചുകെട്ടലുകൾ കുറിച്ചുണ്ടോ? ആയവനക്ക് അല്ലാത്തവന് അതൊക്കെ ആണെന്ന് വിചാരിച്ച് കിടക്കുക അല്ലേ? ചെരുവിലെ ആ മൂസത്തിന്റെ മുകളിൽ കല്ലിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ കുറെ ഗുണങ്ങളുണ്ട്. മറ്റേ ആ ഗുണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അള്ളാഹു ഊരി എന്ന് പറയില്ലേ, മണ്ണിലേക്ക് മണ്ണെന്ന് സൃഷ്ടിക്കുകയോ അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊരി എന്ന് പറയും. അള്ളാഹു ഊരിക്കൊണ്ടിരിക്കുക, ഇതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവാണ്. അത് മാത്രം പറ്റും. പോരെ? അള്ളാഹു നിങ്ങളിൽ പ്രവേശിച്ചു നിങ്ങൾ ശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് നിന്ന് പോകില്ലേ? നിന്ന് പോപ്പൽ ഇതില്ലെങ്കിലും മരിച്ചില്ലേ നമ്മള് അല്ലേ? പ്രവേശിച്ചു. ഇപ്പൊ ഹയാത്ത് ഹയ്യുൽ ഖയ്യൂം നിങ്ങളല്ലേ ഹയാത്തെ അല്ലാഹു പ്രപഞ്ചനാഥൻ. ആ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനിലൂടെ പ്രകാശിക്കുന്നതും ആ സൂര്യൻ തന്നെയാണ്. അതാ ഇവിടെ കാണിക്കും. ലോകത്ത് ആരെ ഇങ്ങനെ കാണിക്കണ്ടോ? ആ സൂര്യനാണ് ഞാൻ, നോക്കുകയാണ് ഞാൻ. അത് തന്നെ നിങ്ങളും. ആർക്കാ പറയാൻ കഴിയാ? ആ ചോദ്യാണ്, ആ നൂറുള്ളയാണ്, ആ ബിസ്മില്ലാഹിയാണ്, ആ ഖുർആനാണ്, ആ അല്ലാഹുവാണ്. ആ 100 ഇറങ്ങിയ ഒന്നാണ് അന്ന. 2 100 അശ്ഹദു അൻ നൂറ് അൻ ലാ ഇലാഹ എന്നെ ഇലാഹിന്റെ തന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഗർഭത്തിലേക്ക് ആ 100 തന്റെ ബീജം തന്നെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. എന്തെങ്കിലും ഊഹോ പൊട്ടത്തരോ സങ്കല്പോ ആര് പറഞ്ഞു കിട്ടതോ വായിച്ചു കിട്ടതോ അല്ല പറയുന്നത്. റിയലായി കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആർക്കും പറയാൻ ധൈര്യം വരുത്താം. ഞാൻ ആരെങ്കിലും പറയുന്നതോ കേട്ടതോ അറിഞ്ഞതോ പകർന്നതോ അല്ല പറയുന്നത്. റിയലായി കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. എനിക്കൊന്നും അറിയില്ല അവിടെ. എല്ലാം കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും തന്നതല്ലാതെ അല്ലാത്തത് ഒന്നും അറിയില്ല. എനിക്കെന്താ അറിയാ? എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. നിങ്ങളുടെ അറിവൊന്നും എനിക്ക് അറിയില്ല. പ്രപഞ്ചനാഥെ എനിക്ക് കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും തന്നതല്ലാത്തതൊന്നും എനിക്കറിയില്ല. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ കൂടെ നമസ്കാരം കൊണ്ടെടുക്കാത്ത ആളുകളുണ്ടായിരുന്നു കുറെ. അതിവിടെ പണ്ഡിതന്മാർ പറയുന്നില്ല. പക്ഷെ ഈ ഖുർആന്റെ മാത്രമേ വരുന്നുള്ളൂ. അവർ നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നും സദാ അള്ളാഹുവിൻ്റെ സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളെ കുറിച്ച്
ഓർത്തുകൊണ്ട് നടക്കുന്നവരാണ്. അവർ സദാ ആകാശത്തിലും പ്രപഞ്ചം അറിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഈ കളി കളിക്കാൻ അവർക്ക് സമയമില്ല, വിട്ടുപോകും. ഈ കളിപ്പെട്ടല്ല ആ കളി. അതാണ് മിഹ്റാജ്. ആ മിഹ്റാജിൽ വായിക്കും സദാ പണിയെടുക്കണം,